കൂട്ടുകാർക്കും നമസ്കാരം. ഇന്നൊരു കടലമാവ് വെച്ചിട്ടുള്ളൊരു ബർഫിയാണ് ഞാൻ റെഡിയാക്കുന്നത്. വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ പഞ്ചസാര ഒന്ന് ജസ്റ്റ് ഒരു കളർ മാറിയതിന് ശേഷമാണ് വെള്ളം ഒഴിച്ച് കൊടുത്തത്. കാരണം നമുക്ക് ബർഫിക്ക് ഒരു കളറിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒരുപാട് കളർ മാറരുത്, അപ്പോൾ നമ്മുടെ ആ ഒരു സ്നാക്സിന് ഒരു കയ്പ്പ് രസമൊക്കെ വരും. ജസ്റ്റ് ഒന്ന് കളർ മാറുന്ന സമയത്ത് 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് പാനിയാക്കി എടുക്കുക. അപ്പോൾ 1/2 കപ്പ് പഞ്ചസാരയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഇതൊരു നൂൽ പരുവാവുന്ന സമയത്ത്, ഒരു ഒട്ടുന്ന പരുവാവുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് വേറൊരു പാൻ വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 1/2 കപ്പ് കടലമാവാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈ സമയം മീഡിയം ഫ്ലെയിമിലിടുക, അല്ലെങ്കിൽ പെട്ടെന്ന് അടുക്കി പിടിച്ച് കരിഞ്ഞു പോവും. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. ഈ കടലമാവിനൊരു പച്ച സ്മെല്ലും ഒരു പച്ച ചൊവയൊക്കെ ആണല്ലോ, അപ്പോൾ ആ ഒരു സ്മെല്ലൊക്കെ മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒന്ന് വറുത്തെടുത്തതിന് ശേഷം നല്ലതുപോലെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വറുക്കുക. അപ്പോൾ നല്ലൊരു മൊരിഞ്ഞ് വരുന്ന സമയം വരെ ഒന്ന് വറുത്തെടുക്കണം, എങ്കിലേ നമ്മുടെ ബർഫിക്ക് നല്ലൊരു ടെക്സ്ചർ വരുള്ളൂ. എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന പാനി ഇതിലേക്ക് ആദ്യം കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒറ്റയടിക്ക് ഒന്നാകെ ഒഴിച്ച് കൊടുക്കരുത്, അങ്ങനെ ആകുമ്പോൾ നമ്മുടെ മാവ് ലൂസായിട്ട് പോകും. ബാക്കിയുള്ളതും ഇതുപോലെ ഒഴിച്ച് കൊടുക്കാം നമുക്ക്. മീഡിയം ഫ്ലെയിമിലിടുക ഈ സമയമൊക്കെയും. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, കടലമാവ് നന്നായിട്ട് വറുത്ത് വരണം, എങ്കിലേ നമുക്ക് അങ്ങ് റെഡിയാക്കി എടുക്കുമ്പോൾ കറക്റ്റ് ടേസ്റ്റിലും ടെക്സ്ചറിലും കിട്ടുകയുള്ളൂ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഏലക്ക പൊടിക്കുമ്പോൾ കുറച്ച് പഞ്ചസാരയും കൂടിയും കൂട്ടിയിട്ട് പൊടിച്ചെടുത്താൽ മതി. നന്നായിട്ട് ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടിക്കോളും. നല്ലതുപോലെ ഇളക്കി കൊടുത്ത് പാനിൽ നിന്ന് ഒരു വിട്ട് വരുന്ന സമയമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി. ഇതിലേക്കൊരു 3-4 ബദാം സ്ലൈസ് ചെയ്തതും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ ഈ ബർഫിക്ക് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കഴിക്കുന്ന സോനാപ്പപ്പടി ഉണ്ടല്ലോ, ആ ഒരു മിഠായിയുടെ ആ ഒരു ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ഈ ഒരു ബർഫിക്ക്. ഇപ്പോൾ ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ സെറ്റാക്കാൻ വെക്കുന്നത് അതിൽ കുറച്ച് നെയ്യോ ഓയിലോ ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് മാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചൂടോടെ തന്നെ നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് സെറ്റാക്കാൻ വെക്കണം. അപ്പോൾ 1 മണിക്കൂറോ 1.5 മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേന് നന്നായിട്ട് സെറ്റായിട്ട് വന്നോളൂ. ഒരു സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് അതിൽ കുറച്ച് നെയ്യ് തടവിയതിന് ശേഷം ഒന്ന് 4 പ്രാവശ്യവും ഒന്ന് ഷേപ്പാക്കി കൊടുത്താൽ മതി. നിങ്ങൾക്ക് നട്ട്സ് ചേർക്കുമ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്ത് വേണേലും ചേർത്ത് കൊടുക്കുക. കൂട്ടവും കുറുക്കൊക്കെ ചെയ്യാം. കുറച്ചും കൂടി ബദാം സ്ലൈസ് ചെയ്ത് ഞാനിതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഗാർണിഷിനായിട്ട്. എന്നിട്ട് ഒരു സ്പൂണ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു 1 മണിക്കൂറോ 1.5 മണിക്കൂറോ കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇതിവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, നമ്മുടെ അടിപൊളി കടലമാവ് വെച്ചിട്ടുള്ള ബർഫി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരിക്കും താങ്ക് യു. ബൈ ഫ്രം ഷാനുസ് കിച്ചൻ ആൻഡ് വ്ളോഗ്.